ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. എന്തെന്ന് വെച്ചാൽ അവിടെ ഞാൻ നമുക്കിങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുന്ന പറഞ്ഞാൽ ഈ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ആവശ്യം വരുന്ന സാധനമൊക്കെ വെക്കുന്നൊരു ഏരിയയാണ്. നമുക്കിത് ഈ സാധനമൊക്കെ ഒന്ന് പുറത്ത് വെക്കാം. ഞാൻ അന്നേരം അതിൻ്റെ ഉള്ളിലുണ്ടായ സാധനമൊക്കെ ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ഈ തട്ട് ഓരോന്നായിട്ട് ഊരിയെടുക്കാൻ വിചാരിച്ചു. അതെനിക്ക് അങ്ങനെ ഊരിയെടുക്കാനാകുന്നില്ല. അതുകൊണ്ട് ഞാൻ അനിയത്തിനെയും കൂടി സഹായത്തിന് വിളിച്ചു. റോളും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് ഊരാൻ. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. വാട്ടർ ഉപയോഗിച്ചിട്ട് ഈ റാക്കുകളിലൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ ഒരു സൈഡിൽ കുറച്ചും കൂടി സാധനങ്ങൾ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. ഈ വാൾഗ്രിറ്റ് അങ്ങനത്തെ കുറച്ചെല്ലാം ഉണ്ടായിരുന്നു. അന്നേരം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് നിലത്ത് തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ എങ്ങനെ പോകുന്നുണ്ടായിട്ടില്ല, എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തു. പിന്നെ ആ ഒരു റാക്ക് വെച്ചു. ആ ഫസ്റ്റ് കാണിച്ച ബോക്സിൽ ഫുള്ള് സ്കുഷീസ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ മുത്ത്, ഷെൽസ്, റുബിക്സ് ക്യൂബിൻ്റെ ആ ഒരു ക്യൂബ്സ്, ഈ ഡബ്ബ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒരു അതിൽ വെച്ചിട്ട്. പിന്നെ ഒരു കവർ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഞാനൊരു പൗച്ച് ഉണ്ടാക്കാൻ വെച്ചിട്ട് വെച്ചതാണ്. പിന്നെ ചപ്പലിൻ്റെ ബോക്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വെച്ചു. ഇതിൻ്റെ ഫയർ ലൈറ്റിൻ്റെ കാണാതെ പോയതാണ്, പക്ഷേ ഇപ്പോൾ വൃത്തിയാക്കുമ്പോൾ കിട്ടിപ്പോയി. ഇത് ഞാൻ 2-3 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ക്ലീൻ ചെയ്തതാണ്. അത്രക്കും ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ എങ്ങനെ ഇവിടെ വെച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ ഞാൻ ജെല്ലറീസ്, ഈ കമ്മലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഐറ്റംസ് അതിൽ വെച്ചു. പേപ്പർ ഗ്ലാസസും അങ്ങനത്തെ കുറച്ച് ബോക്സും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ ഒന്ന് ശരിയാക്കി. പിന്നെ എൻ്റെ മുന്നിലെ ഒരു കവറിൽ ഫുള്ള് ഫയൽസാണ്. അത് എക്സാം പേപ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ്. ഈ ഫയൽസിലൊക്കെ ഉണ്ടായത് തന്നെ 6th 7th എക്സാം പേപ്പറും ക്വസ്റ്റ്യൻ ഷീറ്റും പിന്നെ ആൻസർ ഷീറ്റും ആണ്. പിന്നെ വേറെ ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് 1.5-2 വർഷത്തിൻ്റെ പഴക്കമുണ്ടാവും. അതിൽ ഫുള്ള് ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സൈഡും ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലത്തേക്ക് വീണു. അന്നേരം അതിലുണ്ടായത് ഇതേപോലെ തന്നെ. ഞാൻ അതിനെന്ത് കറക്റ്റ് പറയാനറിയാം, 3D ആർട്ടാണ് അറിയില്ലേ, അതിന് 7th പോയിട്ടുണ്ടായിരുന്നു. അന്നേരം അതിനിങ്ങനെ വരച്ച് ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് കണ്ടത്. ഇതിപ്പോൾ ഞാൻ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കൊണ്ട് ചെയ്തൊരു ജേർണലിംഗ് ബുക്കാണ്. പിന്നെ വാഷി ടാപ്സ്, ബട്ടർഫ്ലൈസ്, അങ്ങനത്തൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ചിത്രമൊക്കെ വരച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ആ ഒരു ഫയലിൽ തന്നെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായത് ആ ഒരു പൗച്ചാണ്. അതിൽ കുറച്ച് കവേഴ്സും കുറച്ച് പേപ്പർ സോപ്സാണ്. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ കറക്റ്റ് നമുക്ക് ഓർമ്മയില്ല, ഈ വർഷം തോന്നുന്നു. ഒരു ഫ്രെയിം, ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. പിന്നെ യൂനോ കാർഡ്സ്, ഞാൻ ഇതേപോലെ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ട് ഒരു ബുക്കാക്കിയിട്ടുണ്ടായിരുന്നു, അത് കാണാണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ കാണാണ്ട് പോയ കുറേ സാധനങ്ങൾ ഈ ഒരു കവറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു നോട്ട്ബുക്ക് ആക്കാൻ വെച്ച സാധനം ഇതിൽ നിന്ന് കിട്ടി. അത് ഞാൻ സെറ്റാക്കി. ഇതൊക്കെ ഞാൻ ഈ വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനത്തെ കൊണ്ട് ചെയ്ത ജേർണൽസാണ്. പിന്നെ ഇതെൻ്റെ അനിയത്തി ഉണ്ടാക്കിയ ഒരു സീക്രട്ട് പൗച്ച് എന്നാണ് ഓൾ പേരിട്ടത്, അത് നമുക്കെന്ത് പറയാമല്ലോ. പിന്നെ ഒരു ക്ലോക്ക്, പിന്നെ ഒരു കുറേ പഴയ നോട്ട്സ് അങ്ങനത്തൊക്കെ ഉണ്ടായത്. ഡ്രോയിങ് ബുക്ക്, ഇത് ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നിട്ട് എടുത്ത് വെച്ചാണ്. ആ ഒരു ഡ്രോയിങ് ബുക്ക് എന്ന് പറയുമ്പോൾ അതെൻ്റെ അനിയത്തിൻ്റെയാണ്. ഈ ഡ്രോയിങ് ബുക്ക് ഫുൾ എൻ്റെ അനിയത്തിൻ്റെയാണ്. പിന്നെ അതേപോലെ ഞാൻ മിനി നോട്ട് ബുക്ക്, അതാണ് ഇപ്പോൾ കണ്ടത്. ഇതൊരു കണ്ണാടിയാണ്, ബട്ട് അത് പൊട്ടിപ്പോയി. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് ഞാൻ സ്ക്രാച്ച് ബുക്ക് ആക്കാൻ നോക്കിയതാണ്, ബട്ട് പാളിപ്പോയി. എന്നിട്ട് ഞാൻ ഈ ബീഡ്സ് വെച്ചിട്ട് ചെയ്തു. പിന്നെ ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയൊരു നോട്ടാണിത്. ഇത് റഫായിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പേജസ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഞാൻ ന്യൂസ് പേപ്പർ വെച്ചുണ്ടാക്കിയ ഒരു ബാഗാണ്. പിന്നെ ജേർണൽ, ഇതെൻ്റെ ഡ്രോയിങ് ബുക്കിലെ കുറച്ച് പേജസാണ്. ബാക്കി എവിടെയില്ല നമുക്ക് അറിയത്തില്ല. പിന്നെ സ്റ്റിക്കി നോട്ട്, യൂണോ കാർഡ്, ഇത് ബർത്ത്ഡേൻ്റെ കാർഡാണ്. ആ ഒരു ബർത്ത്ഡേൻ്റെ കാർഡ് ഉണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു കവറിൽ തന്നെ അത്യാവശ്യം കുറേ സാധനങ്ങൾ ഉണ്ടായിന്. മെമ്മറീസ്, ഈ ജേർണൽസ്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് ഐറ്റംസ്, ഡ്രോയിങ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ എടുത്ത് വെച്ചതല്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുത്ത് വെക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പം ഞാൻ ഈ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് അതിലിട്ട് വെക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ്. അതൊരു ടിഷ്യൂ ആണ്. പിന്നെ എക്സാം ബോർഡിലാക്കിയതാണ്, അതിൻ്റെ ക്ലിപ്പ് കാണില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ആക്കി. പിന്നെ ഉള്ളത് എൻ്റെ ഒരു സൈക്കിൾ ബാസ്ക്കറ്റാണ്. അതിൽ ട്യൂലിപ്പ്, ഈ ട്രാൻസ്പാരൻറ്റ് ട്യൂബ്, ലൈറ്റിൻ്റെ LED ട്യൂബ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അതിന് മുന്നേ പോകുന്നത് അതിൽ വീണ്ടും കണ്ടില്ല. അതിൽ ഞാൻ ഉണ്ടാക്കിയ ഓർഗനൈസറാണ്. പിന്നെ ഫ്ലവർ ബൊക്കെയൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. എന്താ ബാക്കി നാളെ കാണാം.